സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആത്മീയമായ ലോകത്ത് നമ്മുടെ കുടുംബാംഗങ്ങൾ താഴെ തട്ടിലേക്ക് പോകാനുള്ള കാരണം, പഴയ കാലത്ത് 30-35 ആളുകളൊക്കെ താമസിക്കുന്ന ഒരു ചെറിയ കുടിലി നാട്ടിലുള്ളത് പരിചയമുള്ളത് ആലോചിച്ച് നോക്കിയാണ്. അതിൽ അണുകുടുംബങ്ങളായിട്ട് 4-5 കുടുംബം ഉണ്ടാവും. ഒരൊറ്റ കുടുംബം അവിടുന്ന് പോകുന്നത് അവർക്ക് സങ്കടമായിരിക്കും. ഇപ്പൊ പവറും പത്രാസും നിറഞ്ഞ വീട്ടിൽ തന്നെ താമസിക്കാൻ ആകെ 4 ആളെ ഉണ്ടാകുള്ളൂ. എന്നിട്ട് തന്നെ സൗകര്യം മതിയാകാതെ വരികയാണ്. എന്നിട്ട് തന്നെ അവർക്ക് സൂക്കടും ഇടങ്ങേറോടൊന്നും മാറുന്നില്ല. എന്ത് കാരണം? ഒന്നുമല്ല, വേണ്ട രൂപത്തിലുള്ള നിസ്കാരവും വേണ്ട രൂപത്തിലുള്ള ഖുർആനോത്തുമില്ല. പറ്റാത്തതൊന്നും കടിക്കരുത്. നമ്മുടെ മക്കളെ പ്രത്യേകം ശ്രദ്ധിക്കണം, പ്രത്യേകം സൂക്ഷിക്കണം. എത്ര പറഞ്ഞാലും വാപ്പാര് കുട്ടികൾക്കൊക്കെ 2ാം ക്ലാസ് മുതലേ അക്കൗണ്ട് കൊടുത്തു കൊടുക്കണം. എല്ലാവരും ഉഷാറാണ്. ഇനി എടുത്തു കൊടുക്കാത്ത ആരെങ്കിലും ഉണ്ടോ? കുറച്ചുകൂടി ഒഴിവുണ്ട് ബാങ്കിലൊക്കെ, 0 ബാലൻസ് അക്കൗണ്ട് എടുക്കാൻ. ആരെങ്കിലും ഉണ്ടെങ്കിൽ നാളെ മറ്റന്നാൾ വേഗം ചെന്നു. 5ാം ക്ലാസ്സിലുള്ള കുട്ടിയെ കയറിയിട്ട് തന്റെ അക്കൗണ്ടിൽ നിന്ന് കാർഡ് ഇട്ടുകൊണ്ട് പണം വലിച്ചുകൊണ്ട് മയക്ക് വസ്തു വാങ്ങണത് എന്ന് പറഞ്ഞാല് വാപ്പാരെ കാതിലേക്ക് അങ്ങോട്ട് കേൾക്കേണ്ടത് ക്ലോസ് ചെയ്യണം എന്ന് പറഞ്ഞാല് അപ്പൊ പറയും ക്ലോസ് ചെയ്യാൻ പറ്റൂല, കേന്ദ്ര സർക്കാരിന്റെ ഇന്നൊരു സംഘ പൈസ വരാണ്ട്. എന്ത് പൈസ? എത്ര കാലമായി അധ്വാനിച്ച് കൂടുന്നത്? ആ പണം കണ്ടിട്ടാണോ നിങ്ങൾ ഈ മക്കളുണ്ടാക്കി വളർത്തി ഹലാലായ രൂപത്തിൽ സ്വത്തുണ്ടാക്കി അധ്വാനിച്ചുകൊണ്ടിൽ പോറ്റാനല്ലേ? ആ ഒരു സൗകര്യം സംവിധാനം ചെറിയ കുട്ടികൾക്ക് ചെയ്തു കൊടുത്തിട്ട് അവരത് വസൂലാക്കിയിട്ട് മയക്ക് വസ്തുക്കളും മറ്റും വാങ്ങിയിട്ടത് കഴിച്ച് ഉപയോഗിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരികയാണ്. അതിന്റെ ദുരന്തം എത്രയെന്നറിയോ സഹോദരങ്ങളെ? ചെറിയ കുട്ടികൾ പോലും, വലിയവരല്ല, ചെറിയ കുട്ടികൾ പോലും, വലിയവരെ കഥ പിന്നെ പറയാതൊക്കെ നല്ലത്. നിയന്ത്രിക്കണം നിയന്ത്രിക്കണം എന്ന് എത്ര പറഞ്ഞാലും നിയന്ത്രിക്കൂല. പഴയ കാലത്ത് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? 10 രൂപ ഒരു സാധനം മേടിക്കാൻ 10 രൂപ വീട്ടിൽ നിന്ന് തന്നാൽ അതിന്റെ ബാക്കി 2.50 ഉണ്ടെങ്കിൽ ആ 2.50 കയ്യിൽ വെക്കാൻ തരുമോ? തരൂല. വാപ്പയമ്മയും വാങ്ങിയിരുന്നു. അവരാണ് ബുദ്ധിമാന്മാര്. 2.50 വാപ്പയമ്മയും വാങ്ങിയിരുന്നു. മിഠായി അല്ലേ, അത് വാപ്പ എടുക്കലും പോകുമ്പോ നമ്മൾ വാങ്ങിക്കൊണ്ടുവരും. 10 പൈസന്റെ മിഠായി, 10 പൈസക്ക് അന്നൊരു പുരക്കാർക്ക് മൊത്തമുള്ള മിഠായി കിട്ടും. ഇപ്പൊ ആ ബാക്കി കയ്യിൽ വരുന്നത്, ബാക്കി ഒരു 50 രൂപയാണ് മിച്ചം ബാക്കി വരുന്നെങ്കിൽ ആ 50 രൂപ ചോദിക്കാതിരിക്കാണ് ഇപ്പോഴത്തെ അവസ്ഥ. ആ 50 രൂപ കൊണ്ട് എന്ത് ചെയ്യണമെന്ന് ആ കുട്ടി സ്വയം നിർവചിച്ച് നിയന്ത്രിച്ച് അവനിഷ്ടം പോലെ കാര്യങ്ങൾ ചെയ്യാണ്. അതാ അന്നൊന്നും തമ്മിലുള്ള മാറ്റം. നമ്മളെ കയ്യിൽ ഒരു 25 രൂപ വാപ്പ തന്നിരുന്നുവെങ്കിൽ ആ 25 രൂപക്ക് 22 രൂപക്ക് നമ്മളൊരു സാധനം മേടിച്ച് വീട്ടിലേക്ക് എത്തി. ബാക്കി എവിടെ നോക്കും? ആ 3 രൂപ എടുത്തു കൊടുക്കും. ആ 3 രൂപയിൽ ഒരു 10 പൈസ പോലും ഒരു മിഠായി വാങ്ങാൻ പോലും ഉപയോഗിച്ചിട്ടുണ്ടാവൂല. ഇന്നുള്ള അവസ്ഥ ചിന്തിക്കുക. ഇന്നുള്ള അവസ്ഥ എന്താണ്? ഈ ബാക്കി വരുന്ന 50 രൂപ, 10 രൂപ, 20 രൂപ ഒക്കെ എങ്ങനെയാ പോകുന്നത്? എതിലൂടെ പോകുന്നത്? അതിനെന്തെങ്കിലുമൊക്കെ ഒരു കാരണങ്ങൾ പറഞ്ഞാൽ നമുക്കത് സ്വീകാര്യമായും ചെയ്യും. നേർക്ക് നേരെ സമ്പത്ത് ഉപയോഗിക്കാൻ പക്വത എത്താത്തവരുടെ കയ്യിൽ ഉപയോഗ വസ്തുക്കളായി അത് കൊടുക്കുമ്പോ അവരെ കൂട്ടുകാരുടെയും മറ്റും വശങ്ങളിൽ നിന്ന് അവർ വശമാക്കി വെച്ചത്, അല്ലെങ്കിൽ അവർ രുചിച്ചത്, അല്ലെങ്കിൽ അവർ കണ്ടെത്തിയത്, അല്ലെങ്കിൽ ഒരു പേരറിഞ്ഞത്, ഏതെങ്കിലും ഒന്നിലേക്ക് അവരെ മനസ്സ് പോയിട്ട് അവർ വാങ്ങിയാൽ, ദുഷിച്ചു കഴിഞ്ഞാൽ സഹോദരങ്ങളെ കൽബ് ദുഷിക്കും എന്ന് ഉറപ്പല്ലേ? വയറ് ദുഷിച്ചതുകൊണ്ട് കൽബ് ദുഷിച്ചു പോകും. തീറ്റിപ്പോറ്റി മകനെ നന്നാക്കി വളർത്തി പഠിപ്പിച്ച് 22 വയസ്സുകാരനായ മകൻ സ്വന്തം ഉമ്മാനെ വെട്ടി നിരത്തിയത് ഈ അടുത്ത് മകൻ കാരണം പറഞ്ഞത് എന്നെ ജനിപ്പിച്ചതിന്റെ ശിക്ഷയാണ് എന്നല്ലേ നിങ്ങൾ വായിച്ചില്ലേ? എന്താണ് ആ ഉമ്മ കുട്ടിയോട് ചെയ്ത തെറ്റ്? ആ ഉമ്മ എന്ത് തെറ്റാ ചെയ്തത്? ആ ഉമ്മ എന്താണ് ആ കുട്ടിയോട് ചെയ്ത തെറ്റെന്ന് ആലോചിച്ചു നോക്കൂ.
ഒരേ ഒരു വിഷയമാണ് അവിടെ ഉണ്ടായത്. എന്താണ് അവിടെ ഉണ്ടായത്? സാമ്പത്തിക നിയന്ത്രണം തീരെ സ്വീകരിച്ചില്ല. അതേ ആത്മീയമായ വശത്തിലേക്ക് ആ കുട്ടിയെ പ്രവേശിപ്പിച്ച് അതിലൂടെ തന്നെ മാത്രമായി വളർത്തിയെടുക്കാനും ശ്രദ്ധിച്ചെടുക്കാനും സൂക്ഷിച്ചെടുക്കാനും ശ്രദ്ധിക്കേണ്ടിയിരുന്നു. പകരം ആളുകൾ, നാട്ടുകാരൊക്കെ പറയുന്നത്, ഒരു ബാപ്പയും ഉമ്മയും ഉള്ള, ഒരു ബാപ്പയും ഉമ്മയും ഇല്ലാത്തൊരു കുറവ്, ബാപ്പയില്ലാത്തൊരു കുറവ് ആ കുട്ടിയുടെ ജീവിതത്തിൽ ഉമ്മ കാണിച്ചിട്ടില്ല. അത്രയും നല്ല ഹൈപ്പവറിലാണ് അവരെ വളർത്തിയത്. ബാപ്പയുള്ള കുറവ് അനുഭവപ്പെടുന്ന രീതിയിൽ തന്നെ വളർത്തേണ്ടിയിരുന്നു. അതിനൊരു പക്വതയിലും പാകതയിലും വളർത്തേണ്ടിയിരുന്നു. കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടിടത്ത് അനുഭവിക്കണമായിരുന്നു. കുറച്ചൊക്കെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് അതൊക്കെ ജീവിതത്തിൽ സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടിയിരുന്നു. മുഴുവനായും സുഖങ്ങളിൽ അങ്ങനെ കയറിയപ്പോ ആ സുഖങ്ങൾ അങ്ങനെ കൂടിക്കൂടി വന്നപ്പോ റേഞ്ച് വിട്ടുപോയി. റേഞ്ച് വിട്ടുപോയപ്പോൾ പിന്നെ അവന് വാങ്ങുന്നതും അവൻ കടിക്കുന്നതും സദാസമയത്തും അവന്റെ കയ്യിൽ സൂക്ഷിക്കുന്ന പാക്കറ്റുകളും മയക്ക് വസ്തുക്കളായി മാറിപ്പോയി. മദ്യപാനത്തെക്കാളും ഡേഞ്ചറായിട്ട് ആണും പെണ്ണും ഉപയോഗിക്കുന്നത് ഇന്ന് അതാണ്. പുരുഷന്മാര് മാത്രമല്ല, സ്ത്രീകളും ഉണ്ട്. ചെറുപ്പക്കാര് മാത്രമല്ല, ചെറുപ്പക്കാരികളും ഉണ്ട്. ബത്തുനിനെ സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞില്ലേ കൽബ് നന്നാകാൻ? ബത്തുന് നാറിപ്പോയാൽ കൽബും നാറിപ്പോകും. ഹറാമായതിന്റെ ഉപയോഗം, അതിലേക്കുള്ള താല്പര്യം അത് അധികരിച്ചു കഴിഞ്ഞാൽ സഹോദരങ്ങളെ കൽബിനെ ശ്രദ്ധിക്കാൻ കഴിയൂല. ഹറാമ് ഉപയോഗിച്ചതിലൂടെ എങ്ങനെയാണ് കൽബ് നന്നായി കിട്ടുക? ഹറാമിന്റെ ഏതെങ്കിലും ചെറിയ ഒരു വസ്തു ഉപയോഗിച്ചു എന്ന് കേൾക്കുമ്പോഴേക്ക് അത്രയും ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ അതിൽ നിന്ന് പിന്തിരിയാൻ മഹാന്മാര് കാണിച്ചൊരു ജാഗ്രത എത്രമാത്രം വലിയ രൂപത്തിലാണ്! അതിനേക്കാൾ നല്ല രൂപത്തിൽ, അതിനേക്കാൾ ഉത്തമമായ രൂപത്തിൽ ശ്രദ്ധിക്കാനും സൂക്ഷിക്കാനുമാണ് നമ്മൾ ഓരോരുത്തരും ഒരുങ്ങേണ്ടത്. ഒരിക്കലും അത്തരത്തിലുള്ള ദുരന്തങ്ങളിലേക്ക് നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ കൂട്ടത്തിലോ ഒരാളും ഇടവരാത്ത രൂപത്തിൽ നമ്മുടെ മക്കളെ നിയന്ത്രിക്കണം, കുടുംബത്തെ നിയന്ത്രിക്കണം. സാമ്പത്തികമായി കൈകാര്യം ചെയ്യുന്ന രൂപഭാവത്തിൽ ശരിയായ ബോധം എത്തിയവരെ കയ്യിൽ മാത്രം പണം ചെലവഴിക്കാനും വിനിയോഗിക്കാനും കൊടുക്കണം. അല്ലാത്തവരെ കയ്യിൽ സ്വതന്ത്രമായി വിഹാരം നടത്താൻ അത് കൊടുത്തേക്കരുത്. അപകടം സൃഷ്ടിക്കും. എത്ര പൊന്നുമോനായാലും അപകടം സൃഷ്ടിക്കും. പിന്നെ നമ്മൾ ചിന്തിച്ചിട്ടോ വിരല് കടിച്ചിട്ടോ ദ്വേർക്കാൻ പറഞ്ഞിട്ടോ കാര്യമുണ്ടാകൂല. ശ്രദ്ധിക്കേണ്ട ഘട്ടത്തിൽ തന്നെ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ഹറാമായ ഒരു സംഗതി വയറ്റിലേക്ക് എത്തുന്നത് മറ്റൊന്നുകൂടി കൂട്ടത്തിൽ ഞാൻ പറയട്ടെ.